കൂടുതൽ സ്ഥലമായിട്ടുള്ള വീടുകൾ, അതുപോലെ തന്നെ വലിയ വിലയില്ലാത്ത വീടുകൾ, അങ്ങനെയൊക്കെയുള്ള വീടുകളൊക്കെ അന്വേഷിച്ച് ഒട്ടനവധി ആൾക്കാർ പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ നിന്ന് വിളിക്കാറുണ്ട്. കാരണം അവർക്ക് ഈ 5 സെന്റിലൊന്നും കിടന്ന വലിയ പരിചയമില്ല, ഏക്കറുകളിനകത്ത് താമസിക്കുന്നവരാണ് അവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു 10-20 സെന്റ് സ്ഥലവും ഒരു വീടും കൂടെ ഒരു 40 ലക്ഷത്തിന് 50 ലക്ഷത്തിനൊക്കെ കിട്ടാനുണ്ടോ എന്ന്. ഇതാ ഒരു 40 ലക്ഷം രൂപ ചോദിക്കുന്ന വീട് 9 വർഷം പഴക്കമുണ്ട്, പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലിരിക്കുന്നു, 9 വർഷം പഴക്കം, അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ്, 3 ബെഡ്റൂമാണ് അത്. അങ്ങനെയുള്ള നല്ലൊരു വീട് 20 സെന്റ് സ്ഥലത്തോടു കൂടിയാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുക. ചോദിക്കുന്ന വില 40 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കടന്നെല്ലാം ഉടമ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. സാധാരണ കർഷകരൊക്കെ താമസിക്കുന്ന നല്ലൊരു ഏരിയ, നല്ലൊരു ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ഇത് തെങ്ങുണ്ട്, അതുപോലെ തന്നെ റംബൂട്ടാനുണ്ട്, മാവുണ്ട്, ഇങ്ങനെയുള്ള പലയിനം സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഇവരുടെ സ്ഥലം പ്രോപ്പർട്ടി കിടക്കുന്നത് കുറച്ചും കൂടി മോൾ ഭാഗത്താണ്. അവിടുന്ന് താഴേക്ക് ഇറങ്ങുവാനായിട്ട് ഇവർ വേറെ സ്ഥലമായിട്ട് മേടിച്ച് ഏകദേശം 8-9 വർഷം മുന്നേ പണി കഴിപ്പിച്ച് താമസം തുടങ്ങിയിരിക്കുന്ന വീടാണ്. മറ്റൊരു സ്ഥലത്തേക്കും മാറി താമസിക്കേണ്ട സാഹചര്യം വന്നതിനാൽ കൊടുക്കുന്നു. അപ്പോൾ 3 ബെഡ്റൂം, ഒരെണ്ണം അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റുമായിട്ട് 20 സെൻറ്റ് സ്ഥലത്തോടു കൂടി മനോഹരമായ ഒരു വീട്. നമുക്ക് പാലാ തൊടുപുഴ റോഡിൽ മാനത്തൂർ ടൗണിൽ നിന്ന്, മാനത്തൂർ ടൗൺ എന്ന് പറയുന്ന ചെറിയൊരു സിറ്റിയാണ്. ആ സിറ്റിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മിച്ചം ദൂരം അകത്തേക്ക് വന്നു കഴിയുമ്പോൾ പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീടിരിക്കുന്നത്. ഈ 1 കിലോമീറ്റർ ദൂരവും പഞ്ചായത്ത് റോഡാണ്. ആ പഞ്ചായത്ത് റോഡ് ഇങ്ങ് വന്നു കഴിയുമ്പോൾ അവിടെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല എന്ന് നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. 1/2 ഏക്കർ 1 ഏക്കറൊക്കെ സ്ഥലത്തിനകത്ത് ആൾക്കാർ താമസിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സൗകര്യങ്ങളും വീടും മാത്രമായിട്ടുള്ള ആ ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന 20 സെൻറ്റ് സ്ഥലവും വീടുമാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, ഞാനൊക്കെ ചെറുപ്പത്തിൽ ജീവിച്ചിട്ടുള്ള നാട്ടിലൊക്കെ പൂഞ്ഞാറ് മേഖല, അടിവാരം മേഖലയൊക്കെ അവിടെയൊക്കെ ഏറ്റവും മേളിലായിട്ടൊരു അരുവി കാണും. അതിൽ നിന്ന് ഓസ് വഴിയാണ് വെള്ളം വരുന്നത്. അപ്പോൾ അങ്ങനെ 24 മണിക്കൂറും 365 ദിവസവും ഒരു ചെറിയ അരുവിയിൽ നിന്നും ഓസ് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ സിസ്റ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക്